അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന യൂണിറ്റ് 2 ആണ് കൺസർവേഷൻ ലോസ്. ഓക്കെ, കൺസർവേഷൻ ലോസ്. അപ്പോൾ ഇത് നോർമലി നമ്മുടെ കൺസർവേഷൻ ലോസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസർവേഷൻ ലോസ് നമ്മൾ S1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലാതെ നിങ്ങൾ 12th നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസർവേഷൻ ലോസ് മാത്രം നമ്മൾ അവിടെ എന്ന് വെച്ചാൽ കൺസർവേഷൻ ഓഫ് മൊമെന്റം, കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതുപോലെ കൺസർവേഷൻ ഓഫ് ടൈം, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, ഇങ്ങനെയൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിൽ നോക്കാൻ പോകുന്ന സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ബോഡി കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തു. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനെ സാധാരണ ഒരു m മാസ് ഉള്ള ഒരു ബോഡി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. അതില് എന്താ നമുക്ക് ഈ ഒരു ആക്സ് നമ്മൾ വെക്കുന്നു. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു ഇത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അകലെയാണ് ഈ ഒരു ബോഡി ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ബോഡി എന്ന് പറയുമ്പോൾ ഈ ഒരു ബോഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ M1, M2, M3 എന്ന് പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പേഴ്സ് ഓഫ് പാർട്ടിക്കിൾസ് ചേർന്ന് എന്ത് ചെയ്യുന്നത് ഈ ഒരു ബോഡി അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതായത് നമ്മളിവിടെ ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് പഠിക്കും, നമ്മൾ ഈ ഹോൾ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് കൺസിഡർ എടുക്കേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ചേഞ്ച് മാത്രം, അത്ര മാത്രമേ നമ്മളിവിടെ പഠിക്കുന്നുള്ളൂ കൺസിഡറേഷൻ. അത് നമ്മളിപ്പോ നോക്കുമ്പോൾ ആംഗുലാർ മൊമെന്റം ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ, അപ്പൊ നിങ്ങൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു റിജിഡ് ബോഡി തന്നെയാണ്. നമുക്കിപ്പോ അറിയാം ഏതൊരു ബോഡി എടുത്താൽ അതിൽ ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്. ആറ്റംസിനെ വീണ്ടും നമ്മൾ ഫർദർ ഡിവൈഡ് ചെയ്താൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ഉണ്ട്, ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു റിജിഡ് ബോഡി, ഇപ്പോൾ ഒരു കല്ല്, നമ്മൾ സ്റ്റോൺ എടുക്കുകയാണ്, ഒരു കല്ല് എടുക്കുകയാണ്. ആ കല്ല് ഒരു മാസ് ഒരു കല്ലാണ്. പക്ഷെ നമുക്ക് എന്ത് പറയാം, അതിനകത്ത് ആ ഓരോ പാർട്ടിക്കിൾസ് ചേർന്ന് ആ ഒരു കല്ല് സ്റ്റോൺ ഫോം ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉദ്ദേശിച്ചതാണ്. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ഈ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എടുത്ത് പഠിക്കേണ്ട റീസൺ, നമ്മൾ കൊളിഷൻ എന്ന സെക്ഷൻ ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കൊളിഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, രണ്ട് പാർട്ടിക്കിൾസ് ഒന്ന് ഹിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ m മാസ് ഉള്ള ഒരു പാർട്ടിക്കിളും M1 മാസ് ഉള്ള പാർട്ടിക്കിളും M2 മാസ് ഉള്ള മറ്റൊരു പാർട്ടിക്കിളും വന്ന് ഇവിടെ ഹിറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു സ്മോൾ സ്പാൻ ഓഫ് ടൈം നടക്കുന്ന ഒരു പ്രോസസ് ആണ് കൊളിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ചുമരിൽ നിങ്ങൾ എന്തെങ്കിലും എടുത്തൊന്ന് എറിയുവാണ്. അപ്പൊ ആ ഒരു ചുമരിൽ ഈ ഒരു ജസ്റ്റ് ഇപ്പോ ബോളോ അല്ലെങ്കിൽ പൊട്ടുന്ന എന്തെങ്കിലും ഒരു ഗ്ലാസ് പീസ് എന്തെങ്കിലും എടുത്ത് എറിയുന്നു. അപ്പൊ അത് ആ ഒരു വോളിൽ ഇത് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. അപ്പോൾ അത് ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ചിതറിപ്പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ഒരു റിജിഡ് ബോഡിയെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ചേർന്ന് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്ത ഒരു ബോഡി ആയിട്ട് എന്ത് ചെയ്യുക, കൺസിഡറേഷനിൽ എടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ സ്റ്റഡീസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സ്റ്റഡീസ് നമുക്ക് ഫർദർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഈ ഒരു കേസിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് ഇപ്പൊ നമ്മൾ കൊളിഷൻ ഓഫ് പാർട്ടിക്കിൾസ് എന്ന അല്ലെങ്കിൽ ഒരു ബോഡിയുടെ കൊളിഷൻ ഒക്കെ പഠിക്കുള്ളൂ. പക്ഷെ നമുക്കത് ന്യൂക്ലിയർ ഫിസിക്സിൽ വരുന്ന സമയത്ത് ഈ കൊളിഷൻ, ക്രോസ് സെക്ഷൻ, കൊളിഷൻ എന്നൊക്കെ പറയുന്നത് ന്യൂക്ലിയർ ഫിഷന്റെയും ഫ്യൂഷന്റെയും ഒക്കെ ഓരോ പ്രോസസ് നമുക്ക് പഠിക്കേണ്ടി വരും. അതുപോലെ തന്നെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. റൂദർഫോർഡ് ആറ്റം മോളിലൊക്കെ ഡിസ്കവർ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിലൊക്കെ ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗോൾഡ് ഫോയിലിൽ ആൽഫ പാർട്ടിക്കിളൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെ സ്കാറ്ററിംഗ് നടക്കുന്നു, സ്കാറ്ററിംഗ്, ക്രോസ് സെക്ഷൻ, ഇങ്ങനത്തെ ഓരോ ടേംസ് ഒക്കെ പഠിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്നൊരു കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ ഒറ്റ ബോഡി ആയിട്ട് അല്ലെങ്കിൽ m മാസുള്ള ഒരു വലിയൊരു ബോഡി, ഒരു റിജിഡ് ബോഡി മാത്രം കൺസിഡർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിനെക്കുറിച്ച് ഫർദർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബയോളജിയിലായി നമ്മൾ എന്ത് ചെയ്യും, ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യാൻ ഫർദർ ക്ലാസിഫൈ ചെയ്ത് സെൽസ് എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ സെൽസിനെ കുറിച്ച് ഇവിടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ ആ ഒരു കൺസിഡറേഷൻ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ എടുക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ഒരു ഹോൾ മാസ് m എന്ന് പറയുന്ന ഈ ഒരു മാസ് എന്ന് പറഞ്ഞാൽ എത്ര മാസ് ചേർന്നാണ്, സിഗ്മ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് എക്സെട്ര, ഇങ്ങനത്തെ മാസുകൾ ചേർന്നാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എക്സെട്ര എക്സെട്ര mn എന്ന് പറയാം. വേർ n ഈക്വൽ ടു 1 to ഈക്വൽ ടു 1 to n. ഓക്കെ, അപ്പൊ അത്രയും നമ്പർ ഉള്ള ആ ഒരു മാസ്, അത്രയും മാസുകൾ ചേർന്ന് എന്ത് ചെയ്യുന്ന ആ ഒരു ക്യാപിറ്റൽ മാസ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു കൺസിഡറേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ആംഗുലാർ മൊമെന്റം ആയാലും ടോർക്ക് കണ്ടുപിടിക്കുമ്പോഴായാലും നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ടോർക്കും ആംഗുലാർ മൊമെന്റും അവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു. അപ്പൊ ഈ ഒരു സെക്ഷനിൽ ഇപ്പൊ നമുക്ക് ഇതാണ് നോക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് എന്നൊരു കൺസിഡറേഷൻ. ഓക്കെ, സെന്റർ ഓഫ് മാസ്. അപ്പൊ ആദ്യം എടുക്കാൻ പോകുന്നത് അതിനെ കുറിച്ചാണ് കേട്ടോ, സെന്റർ ഓഫ് മാസ് എന്താണെന്നെ കുറിച്ചിട്ട്. സെന്റർ ഓഫ് മാസ്. അപ്പൊ ഈ സെന്റർ ഓഫ് മാസ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും, 9th അതുപോലെ തന്നെ 12th കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും സെന്റർ ഓഫ് മാസ്. എന്താണ് സെന്റർ ഓഫ് മാസ്? സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ്, അത് ചിലപ്പോൾ അസ്യൂംഡ് പോയിന്റ് ആവാം. ഓക്കെ, അതായത് ആ ഒരു വിർച്വലി ആ ഒരു പോയിന്റ് അതിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യണം അങ്ങനെ ഒരു പോയിന്റ് അവിടെ ഉണ്ട് എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതൊരു
റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി ജസ്റ്റ് റാൻഡം ഷേപ്പ് ഉള്ള ഒരു റിജിഡ് ബോഡിയാണ്. അപ്പൊ ഈ ഒരു ബോഡിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയാണ് അതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡിയുടെ കംപ്ലീറ്റ് മാസ് എന്ത് ചെയ്യും? ഇവിടെ ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അത് ഓരോ ബോഡിക്കും ഡിഫറെന്റ് ആവും. അപ്പൊ ഞാൻ അസ്യൂംഡ് പോയിന്റ് എന്ന് പറയാൻ കാരണം നമുക്ക് സാധാരണ ഈ ഒരു സെന്റർ ഓഫ് മാസ് വെച്ച് സെന്റർ ഓഫ് നിങ്ങൾ ഈ ബുക്കൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ വിരലിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? കറക്കി നോക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിരലിന്റെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടെക്സ്റ്റ് ബുക്കിനെ അല്ലെങ്കിൽ നമുക്ക് ഒരു നോട്ട് ബുക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിരൽ നമുക്ക് ഇങ്ങനെ പതുക്കെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റും. അതിന്റെ സെന്ററിൽ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മളിങ്ങനെ ഒന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ നമുക്ക് അങ്ങനെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറ്റും. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വിരൽ വയ്ക്കുന്ന ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും അതിന്റെ സെന്റർ ഓഫ് മാസിന്റെ പോയിന്റ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിപ്പോ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ബുക്ക് എന്ന് പറഞ്ഞത് സോളിഡ് ഒബ്ജക്റ്റ്. അപ്പൊ അത് കംപ്ലീറ്റ് ഫിഗർ അല്ലേ? കംപ്ലീറ്റ് ഷേപ്പ് അല്ലേ? എന്ന് വെച്ചാൽ ഫുൾ മാസ് ഉണ്ട്. ഇവിടെ എല്ലാം അതിന് മാസ് ഉണ്ട്. അപ്പൊ ഇതിന് നമുക്ക് എന്ത് പറയാം? അത് ആ ഒരു പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോ ഒരു റൗണ്ട് ഡിസ്ക് എടുക്കുവാണ്. ഓക്കെ. ഒരു റൗണ്ട് ഡിസ്ക് എടുക്കുവാണ്. അപ്പൊ ഈ സെന്റർ പോർഷൻ നമ്മൾ സാധാരണ ഒരു CD ഓക്കെ CD DVD ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിസ്ക് സർക്കുലർ ഡിസ്ക് എടുക്കുന്നു. അപ്പൊ അതിന് സെന്ററിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സെന്ററിൽ അവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒരു റൗണ്ട് ഹോൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് ഈ ഒരു CD ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ് വരേണ്ടത് ശരിക്കും? ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ദേ ഈ ഒരു പോയിന്റ് ആണ്. പക്ഷെ ആ പോയിന്റ് നമ്മൾ എന്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിക്കും സെന്റർ ഓഫ് മാസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെന്റർ ഓഫ് മാസിന്റെ പോയിന്റ് അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യില്ല അവിടെ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ആ ഒരു പോർഷൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ വെച്ച് ഇതിനെ സസ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇങ്ങനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. അല്ലെ വേറെ ഒരു പോയിന്റിലും ഇതിന്റെ സെന്റർ ഓഫ് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് സെന്റർ ഓഫ് മാസിന്റെ ഡെഫിനിഷനിൽ പ്രത്യേകിച്ച് പറയുന്നത് that is the center of mass of a system of particles is a fixed point at which all mass of the system may be considered to be concentrated. അതായത് considered to be concentrated അല്ലെങ്കിൽ assumed to be concentrated എന്നൊരു വാക്കിനോട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് എഴുതിയില്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു ഫിഗർ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ റിജിഡ് ബോഡീസ് ആണെങ്കിൽ പ്രശ്നമില്ല. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടുത്തെ പോയിന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോയിന്റ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റുന്നത് മാത്രം എന്ത് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ. അപ്പൊ നമ്മള് ഇനി ഒരു കൺസിഡറേഷൻ എടുക്കുമ്പോൾ അതായത് പറഞ്ഞല്ലോ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ഞാനിപ്പോ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ. ഒരു XYZ എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ ഈ ഒരു ആക്സിസ് Y ആക്സിസ് ആൻഡ് ദിസ് വിൽ ബി Z ആക്സിസ് ആൻഡ് ദിസ് വിൽ ബി X ആക്സിസ്. അപ്പൊ ഇവിടെയാണ് എന്റെ ഒരു റിജിഡ് ബോഡി ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ. ഈ ഒരു പോയിന്റിൽ ഞാൻ ഒരു റിജിഡ് ബോഡി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഓക്കെ സെന്റർ ഓഫ് മാസ് എന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും. ഓക്കെ. സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ M എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഇവിടുത്തെ സെന്റർ ഓഫ് മാസ് എവിടെ വരും? അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരുന്ന സമയത്ത് ഇവിടെ എവിടെ നമുക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരാൻ പറ്റും എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ഇവിടെ ഇപ്പോ ith പാർട്ടിക്കിളിന്റെ നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്ന സെന്റർ ഓഫ് മാസ് വരെ ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ R എന്ന് കാണിക്കുകയാണ്. ഓക്കെ. സെന്റർ ഓഫ് മാസ് വരെ ഡിസ്റ്റൻസിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? R എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഇവിടെ ഒരു ith പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ. ഒരു ith പാർട്ടിക്കിൾ ഉണ്ട്. ഞാൻ അതിന്റെ മാസ് ഞാൻ MI എന്ന് കൊടുക്കുകയാണ്. ഓക്കെ. MI എന്ന് കൊടുത്തു. അപ്പൊ അതിന്റെ ആ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്മോൾ ലെറ്റർ RI കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. സ്മോൾ ലെറ്റർ RI. നമ്മൾ നോക്കിയപ്പോൾ MI എന്ന് പറയുന്നത് അവിടുത്തെ ith പാർട്ടിക്കിളിന്റെ മാസ്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. MI അല്ലെങ്കിൽ M1, M2, M3 ഇങ്ങനെ ഇഷ്ടംപോലെ പാർട്ടിക്കിൾസ് അവിടെ വരാം. അപ്പൊ അതിന്റെ ആ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? റേഡിയൽ വെക്ടർ എന്ന് പറയുന്നത് RI ഇതാണ് നമ്മുടെ ആ ഒരു ഒറിജിനിൽ നിന്ന് വരുന്നത്. അപ്പോൾ M എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ മാസ് ആണ്. ഈ ഒരു ഹോൾ ബോഡിയുടെ ടോട്ടൽ മാസ് ആണ് M എന്ന് പറയുന്നത്. ഓക്കെ. M will be the total mass of the system and R എന്തായിരിക്കും? ക്യാപിറ്റൽ R എന്ന് പറയുന്നത്. ക്യാപിറ്റൽ R will be the radial vector of the center of mass. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ സെന്റർ ഓഫ് മാസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മൾ പറഞ്ഞു ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ളതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു റിജിഡ് ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്? കാരണം ഈ കൊളിഷൻ എന്നൊക്കെ ആ ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് എന്നും ഫ്രെയിം ഓഫ് റെഫറൻസ് സെന്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് സെന്റർ ഓഫ് മാസ് എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഒറിജിൻ തൊട്ട് സെന്റർ ഓഫ് മാസ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും. എം എന്ന് പറയുന്നത് അവിടുത്തെ മാസ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ഡിസ്റ്റൻസ്.
ഇനി ഇതുപോലത്തെ ഒരുപാട് ith പാർട്ടിക്കിൾസ് ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വലിയൊരു സിസ്റ്റം ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് MR ഈസ് ഈക്വൽ ടു, അത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്ന വേറൊന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുവാണ്, അവിടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റ്, ഇവിടുത്തെ എല്ലാ പോയിന്റ്സും നമ്മൾ ചേരുന്ന ഒരു പോയിന്റ്, എല്ലാത്തിന്റെയും ഹോൾ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്നൊരു കൺസിഡറേഷൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, M ഇൻറ്റു ആർ, M ഇൻറ്റു ക്യാപിറ്റൽ ആർ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ MI RI. ഓക്കെ, സിഗ്മ MI RI. MI RI എന്ന് പറയുമ്പോൾ MI എന്ന് പറയുന്നത് ഇവിടെ ith പാർട്ടിക്കിൾ. അപ്പൊ ഇത് ഒന്നാമത്തെ പാർട്ടിക്കിൾ. ഇപ്പൊ നമുക്ക് ഇതിനെ M1 എന്ന് പറഞ്ഞ് വിളിക്കാം. അടുത്ത പാർട്ടിക്കിൾ എന്ത്, തൊട്ടടുത്ത പാർട്ടിക്കിൾ ഇവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് എന്തെന്ന് പറയാം, ദിസ് വിൽ ബി M2. അതുപോലെ M3 പാർട്ടിക്കിൾ, ഇങ്ങനെ ഒരുപാട് പാർട്ടിക്കിൾസ് വരുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സം ചെയ്തെടുക്കണം. അപ്പൊ ആ ഒരു ടോട്ടൽ സമ്മേഷൻ, അല്ലെങ്കിൽ എല്ലാ പാർട്ടിക്കിൾസിന്റെയും ടോട്ടൽ മാസിന്റെയും ആ ഒരു ഡിസ്റ്റൻസിന്റെയും സമ്മേഷൻ ആണ് ഈ ഒരു സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസും അതുപോലെ ആ ഒരു ഡിസ്റ്റൻസ് തമ്മിലുള്ള ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, M ഇൻറ്റു ആർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഈ ഒരു സെന്റർ ഓഫ് മാസ് പറഞ്ഞല്ലോ, സെന്റർ ഓഫ് മാസും ഇതും പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്ത് പറയാം, ദാറ്റ് ഈസ് ദ സെന്റർ ഓഫ് മാസ് ക്യാൻ ബി ഓൾസോ ഡിഫൈൻഡ് ആസ് ദ പോയിന്റ് ഇൻ ദ സ്പേസ് അറ്റ് ദ വെക്ടർ സം ഓഫ് ദ മൊമെന്റ് ഓഫ് മാസ് അറൌണ്ട് ദ പോയിന്റ് സീറോ. അതായത് നമ്മളിപ്പോ ഈ ഒരു കോർഡിനേറ്റിന്റെ ഒറിജിൻ, ഓക്കെ, ഈ ഒരു കോർഡിനേറ്റ് ഒറിജിൻ ഞാനിപ്പോ ഈ ഡിസ്റ്റൻസ് ഇത്രയും വച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ R എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു കോർഡിനേറ്റ് എന്ത് ചെയ്യുവാണ്, ഒന്ന് മൂവ് ചെയ്യുക. ഓക്കെ, ഈ കോർഡിനേറ്റിനെ മൂവ് ചെയ്ത്, ഇതിപ്പോ പറ്റത്തില്ല, ഞാൻ റഫ് ചെയ്ത് വരച്ചിട്ട് കാണിച്ചു തരാം. ഈ ഒരു സിസ്റ്റം സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്. ഓക്കെ, സി സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ജസ്റ്റ് ഒരു കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, നോർമലി എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഇതുവരെ ഒരു RI ഡിസ്റ്റൻസ് നമുക്ക് പറയാം. ഓക്കെ, RI ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്രയോ ഡിസ്റ്റൻസ് അവിടെ ഉണ്ട്, അതായത് നമ്മൾ ഈ കോർഡിനേറ്റ് സെന്റർ ഓഫ് മാസ് തമ്മിൽ എത്രയോ ഡിസ്റ്റൻസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഈ കോർഡിനേറ്റ് ഞാൻ നേരെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോർഡിനേറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുവാണ്, കോർഡിനേറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മൂവ് ചെയ്ത് ഇതിന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെക്കുവാണ്. ഓക്കെ, ഈ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഇവിടെ ആയിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ ആ ഒരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി നമ്മുടെ ഒറിജിൻ നമ്മൾ എന്തില്ല, വേറൊരു ഡിഫറൻസ് അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ്, ശരിക്കും അതിന്റെ ഒരു ഒറിജിൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ദ MI RI, അല്ലെങ്കിൽ MI RI യുടെ വാല്യൂ എന്തായിരിക്കും, അവിടെ 0 ആയിരിക്കും, അല്ലെങ്കിൽ RI ഡിസ്റ്റൻസ് 0 ആയി. കാരണം അതുകൊണ്ട് എന്താ, MI ഇൻറ്റു RI എന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്താവും, കംപ്ലീറ്റ് ആയിട്ട് അവിടെ 0 ആവും. അപ്പൊ ഇത് നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു കൺസിഡറേഷൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൊളിഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത്, സ്കാറ്ററിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ സെന്റർ ഓഫ് മാസ് കോർഡിനേറ്റ് കൺസിഡറേഷൻ എടുക്കും. അപ്പോൾ സെന്റർ ഓഫ് മാസിൽ ഇത്ര ഡിസ്റ്റൻസ് ഇരിക്കുന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്തു, അല്ലെങ്കിൽ ഇത്ര ഡിസ്റ്റൻസ് പാർട്ടിക്കിൾ അവിടെ സ്കാറ്ററിംഗ് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തത്, ഈ സെന്റർ ഓഫ് മാസ് എന്നൊരു കൺസെപ്റ്റ് അവിടെ എടുത്തത്. അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കോർഡിനേറ്റ് വരയ്ക്കാൻ ചോദിക്കത്തില്ല, ഇപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ് എന്നൊരു ഡെഫിനിഷൻ ചോദിക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ പറഞ്ഞ ഡെഫിനിഷൻ എടുത്താൽ മതി. സെന്റർ ഓഫ് മാസ് ഈസ് ദ system of particles is a fixed point at which the whole mass of the system may be considered to be assumed to be concentrated. Okay, ആ ഒരു ഡെഫിനിഷൻ കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ഇക്വേഷൻ കൂടി എഴുതുക, MR is equal to സിഗ്മ MI RI എന്നൊരു ഇക്വേഷൻ കൂടി കൊടുക്കുക. പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ കൂടി അവിടെ വരയ്ക്കുക. ഈ ഒരു ഫിഗർ കൊടുക്കണ്ട, ഈ ഒരു ഫിഗർ വരച്ചാലും മതി. ഓക്കെ, അപ്പോൾ അതിൽ സെന്റർ ഓഫ് മാസ് നമുക്ക് വെക്ടർ സമ്മ 0 ആവുന്ന പോയിന്റ് എന്നും പറയാം. അതായത് നമ്മൾ ആ കോർഡിനേറ്റ് തന്നെ എവിടെ ഫിക്സ് ചെയ്തു, സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ല സെന്റർ ഓഫ് മാസ് തന്നെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ സെന്റർ ഓഫ് മാസ് എന്നൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്, ഇപ്പൊ നമ്മൾ സെന്റർ ഓഫ് മാസിനെ കുറിച്ച് പറഞ്ഞല്ലോ, സെന്റർ ഓഫ് മാസ് ഒരു കൺസെപ്റ്റ് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് അതിന്റെ ആ ഒരു ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ. അതായത് ഇപ്പൊ നമുക്കൊരു ith പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ, അതായത് M1 M2 M3, അതായത് നമ്മളിപ്പോ വേറെ നോക്കണ്ട, ജസ്റ്റ് ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത, നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഒരു മോഷൻ പഠിക്കുമ്പോൾ, നമ്മളിപ്പോ ഒരു കാറിന്റെ മോഷൻ പഠിക്കുന്നു. കാറിന്റെ മോഷൻ പഠിക്കുമ്പോൾ നമ്മൾ സാധാരണ F is equal to MA, ഫോഴ്സ് is equal to മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ കാറിന്റെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ കാറിന്റെ മൊത്തം മാസ് ആൻഡ് ആക്സിലറേഷൻ. ശരിക്കും അതിന്റെ ആ ഒരു കാർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെല്ലാം പാർട്സ് ഉണ്ടാവും, എഞ്ചിൻ ഉണ്ടാവും, ടയർ ഉണ്ടാവും, അതുപോലെ പല മെക്കാനിക്കൽ പാർട്സും അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ശരിക്കും ആ ഒരു ബോഡി മൂവ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോഡി, ആ സിസ്റ്റം ഓഫ് ബോഡിയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പഠിച്ചു വെക്കും. പക്ഷെ നമ്മളിപ്പോ ഒരു കാർ ഒന്ന് പെട്ടെന്ന് ഒന്ന് ക്രാഷ് ആയി, അല്ലെങ്കിൽ എവിടെയും കൊണ്ട് ഇടിക്കുന്ന സമയത്ത് ഓരോ പാർട്ടിക്കിൾസ് ആയിട്ട് ചിതറി പോകുന്നത്. ഇപ്പോൾ പ്ലെയിൻ ക്രാഷ് ആവുന്ന സമയത്ത്, അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി, പ്ലെയിൻ ക്രാഷ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, പെട്ടെന്ന് അതിങ്ങനെ
ചെയ്തിരിക്കുന്ന സമയത്ത് ഓരോ പാർട്ടിക്കിൾസും മൂവ് ചെയ്ത് പോവാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്യാനായിട്ട് സിസ്റ്റത്തിന്. അത് നമ്മളിപ്പോൾ ഒരു ബോഡി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം, I1, I2 അല്ലെങ്കിൽ M1, M2, M3 ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട് എന്നൊരു കൺസിഡറേഷൻ ഒക്കെ എടുത്തിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ അത് മാത്രമേ ഇവിടെ നമുക്കൊരു വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയുള്ള ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെയാണ്. പക്ഷേ ഒരു RI എന്നോ MI അല്ല ആ ഒരു I പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ M1, M2, M3 അങ്ങനത്തെ ആ ഒരു പാർട്ടിക്കിൾസ് നമ്പർ ചെയ്ത് നമ്മളവിടെ എടുക്കും. ഇത്ര പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു കൺസിഡറേഷൻ. അത് മാത്രമേ ഇവിടെ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് ആ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു ith മാസ്സുള്ള പാർട്ടിക്കിളിൽ അല്ലെ, ith പാർട്ടിക്കിളിൽ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സിന് ഞാൻ Fi എന്ന് എടുക്കും. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്തു. അപ്പോൾ സിസ്റ്റം നോക്കിയ സമയത്ത് അതിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾസ് ഞാൻ ith പാർട്ടിക്കിളിൽ മാത്രം ഈ ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഈ ഒരു ബോഡി മൊത്തത്തിൽ മൂവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, എല്ലാ ഇതിലും പാർട്സ് എല്ലാ ബോഡിയിലും എല്ലാ പാർട്ടിക്കിൾസിലും എന്ത് ചെയ്യണം, ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യണം, അടുത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യണം, ഇവിടെ ഇരിക്കുന്ന പാർട്ടിക്കിൾ ആക്ട് ചെയ്യണം. ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസ് ആക്ട് ചെയ്യുന്ന സമയത്താണ് ആ ഒരു ബോഡി മൊത്തത്തിലൂടെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവിടെ ഓരോ പാർട്ടിക്കിൾസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ വാല്യൂ ഞാൻ Fi എന്ന് എടുത്തു. Fi is equal to എന്ത് ചെയ്യാം, ഇവിടെ ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് R ആണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മീൻസ് ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് R നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ മാസ് ith പാർട്ടിക്കിൾസിന്റെ മാസ് ഞാൻ Mi എന്ന് എടുക്കുന്നു. അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, Mi into Ri ഡബിൾ ഡോട്ട്. Ri ഡബിൾ ഡോട്ട് എന്ന് വെച്ചാൽ അവിടെ നമുക്ക് ആക്സിലറേഷന്റെ ടേം. ഓക്കെ, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് വരുമ്പോൾ വെലോസിറ്റി, സെക്കൻഡ് ഡെറിവേറ്റീവ് വരുമ്പോൾ എന്തായിരിക്കും, അത് അവിടുത്തെ ആക്സിലറേഷൻ ടേം ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് മാത്രമാണ് എടുത്തത്. അപ്പോൾ ഇത് മാത്രമല്ലല്ലോ, അതിനകത്ത് ഡിഫറെന്റ് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്നല്ല, ഡിഫറെന്റ് പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിപ്പോ ഒന്നാമത്തെ Ri R1 എന്ന് എടുക്കാം. അടുത്തൊരു പാർട്ടിക്കിളിന്റെ അടുത്ത I2 പാർട്ടിക്കിളിൻ്റെത് that will be R2. അങ്ങനെ എന്ത് ചെയ്യണം, ഓരോ പാർട്ടിക്കിൾസിന്റെ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യണം, ആഡപ്പ് ചെയ്യേണ്ടി വരും. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ടോട്ടൽ ഫോഴ്സ് നമുക്ക് എന്ത് പറയാം, F എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഈ ഒരു F ആണ് ശരിക്കും നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിലും തൊട്ട് മുന്നത്തെ സെക്ഷനിലൊക്കെ നമ്മൾ നോക്കി പൊയ്ക്കൊണ്ടിരുന്നത്. അതായത് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ബോഡി ഒരു റിജിഡ് ബോഡിയാണ് എന്ന രീതിയിൽ എടുക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സാധാരണ എഫിന്റെ അടുത്ത് ആൾ സഫിക്സ് ആയിട്ട് ഐ എന്ന് പ്രത്യേകിച്ചും കൊടുക്കില്ല, എഫ് എന്ന് മാത്രം കൺസിഡർ ചെയ്യും. എന്നിട്ട് ഈ MI മാസ്, അതാണ് നമ്മൾ നോർമൽ കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഒരു കാറിനെ കുറിച്ച് സ്റ്റഡി ചെയ്താലും കാറിന്റെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അതിന്റെ മൊത്തത്തിൽ മാസ്, ഓവറോൾ മാസ്, അതായത് ഒരു വെഹിക്കിളിന്റെ ഓവറോൾ മാസ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. നമ്മളിപ്പോ ടയറിന്റെ മാസ് പ്രത്യേകം, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു സ്റ്റിയറിംഗിന്റെ മാസ് പ്രത്യേകം, എഞ്ചിന്റെ മാസ് പ്രത്യേകം, അങ്ങനെയൊന്നും എടുക്കത്തില്ല. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഹോൾ സിസ്റ്റത്തെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ എടുക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ കംപ്ലീറ്റ് മാസ് നമ്മൾ ആഡപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദാറ്റ് ഈസ് ടോട്ടൽ ഫോഴ്സ് ഓൺ ദ സിസ്റ്റം F is equal to I Fi, അതായത് ഇതിന്റെ എല്ലാ സബ്മേഷൻ വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ I into MI Ri ഡബിൾ ഡോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അവിടെ കിട്ടി. ഇനി നമ്മളിപ്പോ എടുക്കുന്നത്, ഇപ്പൊ ഈ എടുത്ത പാർട്ടിക്കിൾസിന്റെ മാസ് എല്ലാം സെയിം ആണെങ്കിൽ, ഓക്കെ, അതായത് ഇവിടെ എടുത്ത മാസ് എല്ലാം സെയിം ആണ്. നമ്മളിപ്പോ എടുക്കുന്ന ഈ ഒരു ബോഡി, ഇപ്പൊ നമ്മൾ ഒരു സ്റ്റോൺ, ഒരു കല്ല് ഞാൻ എടുത്തെറിയും, കല്ലെടുത്ത് എറിയുമ്പോൾ കല്ലിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം സെയിം ആയിരിക്കും. എന്ത് മെറ്റീരിയൽ, ഇപ്പോ സിലിക്കൺ ആണെങ്കിൽ സിലിക്കൺ കോമ്പൗണ്ട് ആയിരിക്കും ആ കല്ല് മൊത്തം ഇരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിക്കിൾ എറിയുവാണ്. ഓക്കെ, അപ്പൊ അതിന് തരുന്ന സമയത്ത് അതിനകത്തുള്ള ആറ്റംസ് എല്ലാം സെയിം കോമ്പൗണ്ട് സെയിം ആയിരിക്കുമല്ലോ. ഒരു അയൺ ബോളോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, അയൺ ബോളോ അയൺ ഷോട്ട് ആണെങ്കിൽ അയൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോഡിയിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് മാസ് എന്തായിരിക്കും, എന്തായിരിക്കും, ദാറ്റ് വിൽ ബി ഓൾ സെയിം ആയിരിക്കും. ഓക്കെ, സെയിം മാസ് ആയിരിക്കും. അത് M1, M2, M3 എല്ലാം സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കവിടെ ഇനർഷ്യൽ ഫോഴ്സ് കൂടി ഇല്ലെങ്കിൽ, ഓക്കെ, ഇനർഷ്യൽ ഫോഴ്സ് കൂടി അവിടെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് F is equal to sigma Mi Ri double dot, which will be equal to, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. ഓക്കെ, സിഗ്മ Mi d square Ri by dt square. Okay, d square R by dt square, which will be equal to, ഡെറിവേറ്റീവ് പുറത്തെടുക്കുക, d square by dt square into sigma, ഈ സിഗ്മ Mi Ri ഇവിടെ കൊടുക്കുക കേട്ടോ, Mi Ri. ഓക്കെ, സിഗ്മ Mi Ri. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സിഗ്മ Mi Ri നമ്മൾ സെന്റർ ഓഫ് മാസ് കൺസിഡറേഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സിഗ്മ Mi Ri എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ഇൻറ്റു ക്യാപിറ്റൽ R ആണ്.
ഓക്കെ, അത് നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ കൺസിഡറേഷൻ തൊട്ട് മുന്നേ പഠിച്ചു. അവിടെ നമുക്ക് MIRA, സ്മോൾ MIRA എന്ന് പറയുന്നത് സബ്മേഷൻ ഓവർ MIRA എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ഇൻറ്റു R ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് d സ്ക്വയർ ബൈ dt സ്ക്വയർ ഇൻറ്റു ക്യാപിറ്റൽ M ഇൻറ്റു R എന്ന് കൊടുക്കാൻ പറ്റും. ഇതിൽ മാസ് നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ M ആണ്, അതായത് ആ ഒരു ബോട്ടം മാസ് എപ്പോഴും ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റി അല്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? M നെ നമുക്ക് പുറത്തെടുക്കണം ഇൻറ്റു d സ്ക്വയർ R ബൈ dt സ്ക്വയർ. ഓക്കെ, d സ്ക്വയർ R ബൈ dt സ്ക്വയർ. അപ്പൊ ഇതില് ഈ d സ്ക്വയർ R ബൈ dt സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ R എന്താണ്? ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അത് ഈ ഒരു ഒറിജിൻ മുതൽ നമ്മുടെ സെന്റർ ഓഫ് മാസ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒറിജിൻ എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ലബോറട്ടറി കോർഡിനേറ്റ് എന്ന് പറഞ്ഞ് പഠിക്കും. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു റോഡ് സൈഡ് നിൽക്കുവാണ്, അപ്പോൾ ഫ്രണ്ടിൽ ഒരു ബസ് മൂവ് ചെയ്ത് പോകുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ് എന്റെ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു റോഡിൽ കൂടി ഇങ്ങനെ ബസ് പോകുന്നു, അപ്പോൾ എന്നിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് ദൂരെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഈ കോർഡിനേറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റ് നമ്മൾ എന്താണോ കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അത് അവിടുത്തെ അതവിടെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അതൊരിക്കലും മൂവ് ചെയ്യുന്നില്ല. മൂവ് ചെയ്യുന്ന കോർഡിനേറ്റും ഉണ്ട്, നമ്മൾ ഇത് പഠിക്കാം, റിലേറ്റിവിറ്റി പഠിക്കുന്ന സമയത്ത് പഠിക്കും. മൂവ് ചെയ്യുന്ന കോർഡിനേറ്റിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. കാരണം നമുക്കിപ്പോ ഒരു റോക്കറ്റിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യുമ്പോൾ റോക്കറ്റിന്റെ എഞ്ചിൻസിനെ കുറിച്ചല്ല, റോക്കറ്റിന്റെ മോഷനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നോർമലി അതിനകത്തുള്ള കോർഡിനേറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് വേറെ രീതിയിൽ നമുക്ക് എടുക്കുന്നത് സ്പെഷ്യൽ റിലേറ്റിവിറ്റി വെച്ചിട്ടാണ് അതിനെ കുറിച്ച് എടുക്കാനായിട്ട്. അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കോർഡിനേറ്റ് ഫിക്സഡ് കോർഡിനേറ്റ് ആണ്, അത് മൂവ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ റോഡ് സൈഡ് നിൽക്കുന്നു, അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബസ് എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്ത് പോകുന്നു, അപ്പൊ അതാണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അപ്പൊ ഇതിൽ ഞാനിപ്പോ R എന്ന് പറഞ്ഞ് എടുത്തത് അതിന്റെ സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് ആണ്, ഒറിജിൻ മുതൽ സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ d സ്ക്വയർ R ബൈ dt സ്ക്വയർ വിച്ച് വിൽ ബി എന്തായിരിക്കും? ദാറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ്. അതായത് ആ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ആ ഒരു ബോഡിയിൽ എന്ത് ചെയ്യാം? സെന്റർ ഓഫ് മാസ് ഇങ്ങനെ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് അവിടെ മീൻ ചെയ്യുന്നത് നമുക്ക് കിട്ടിയ ഈ ഒരു ഇക്വേഷൻ d സ്ക്വയർ M ഇൻറ്റു d സ്ക്വയർ R ബൈ dt സ്ക്വയർ എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ ടേക്സ് പ്ലേസ് അവിടെ എന്ത് ചെയ്യാം? നോർമലി ആ ഒരു സെന്റർ ഓഫ് മാസ് മൂവ് ചെയ്യുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ബോഡിയിൽ എന്തെങ്കിലും ഫിക്സഡ് ചെയ്യാനായിട്ട് ഒരു പോയിന്റ് വേണം. അപ്പൊ നമ്മൾ ഫിക്സഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ആ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ആ സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യണം? ആ ബോഡിയുടെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. അതായത് സെന്റർ ഓഫ് മാസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്ന സമയത്ത് മാറുന്നില്ല. അതാണ് മെയിൻലി അവിടെ ഒരു ഐഡിയ തരുന്നത്. അതായത് നമ്മളിപ്പോ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരുന്നു, കുറച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് സെന്റർ ഓഫ് മാസ് ഒരിക്കലും ഇങ്ങോട്ടൊന്നും ഷിഫ്റ്റ് ചെയ്യുന്നില്ല. സെന്റർ ഓഫ് മാസ് എന്ത് ചെയ്യുവാണ്? നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ സെന്റർ ഓഫ് മാസ് കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോഡി ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സെന്റർ ഓഫ് മാസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ മൂവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ സെന്റർ ഓഫ് മാസ് ഇവിടെ തന്നെയാണ്. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഇവിടെ കോർഡിനേറ്റിൽ വെച്ച് കഴിഞ്ഞാലും കണ്ടോ, ഇവിടെ കോർഡിനേറ്റ് ഇരിപ്പുണ്ട്, പക്ഷെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ആറിന്റെ വാല്യൂ മാത്രം എന്ത് ഇങ്ങനെ കൂടി പോകും. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാം? സെന്റർ ഓഫ് മാസ് അവിടെ മാറുന്നില്ല. സെന്റർ ഓഫ് മാസ് ആ ഫോഴ്സിന്റെ ഇതിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് ഇക്വേഷൻ ഓഫ് ഫോഴ്സിന് കിട്ടുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതുക, അതിനുശേഷം അത് FI ഈ ഒരു ഇക്വേഷൻ എഴുതേണ്ടത് കേട്ടോ. ഫോഴ്സ് ഇതിപ്പോ സെക്കൻഡ് ടോപ്പിക് ആണ്. ഒന്നാമത്തെ ടോപ്പിക് സെന്റർ ഓഫ് മാസ്, അതിന്റെ താഴെ ടോപ്പിക് ആണ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ FI ഈക്വൽ ടു MIR ഡബിൾ ഡോട്ട് എന്ന് കിട്ടും. സബ്മേഷൻ കൊടുക്കുക, സബ്മേഷൻ കൊടുക്കുമ്പോൾ സിഗ്മ I FI എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ I MI RI ഡബിൾ ഡോട്ട് നമുക്ക് അവിടെ വരും. ഓക്കെ, അത് നേരത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അടുത്ത് നിങ്ങൾ എടുക്കേണ്ടത് ഇതിൽ എന്ത് ചെയ്യണം? MI ഇൻറ്റു d സ്ക്വയർ RI ബൈ dt സ്ക്വയർ. അതിപ്പോ MI പുറത്തെടുത്തിട്ട് ഡെറിവേറ്റീവ് എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. തിരിച്ച് MI അകത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ക്യാപിറ്റൽ M ഇൻറ്റു R എന്ന രീതിയിൽ മാറ്റുക. കാരണം നമുക്ക് എന്ത് ചെയ്യണം? സെന്റർ ഓഫ് മാസ് കൂടി അവിടെ മൂവ് ചെയ്യുന്നു എന്നൊരു കാര്യം നമുക്ക് എന്ത് ചെയ്യണം? അവിടെ കൊടുക്കണം. ഓക്കെ, അതായത് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിന്റ് കൂടി ഇതിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കൺസിഡറേഷൻ കൂടി നമ്മൾ അവിടെ എടുക്കണം. അപ്പൊ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എടുത്തിരിക്കുന്നത് M ഇൻറ്റു d സ്ക്വയർ R ബൈ dt സ്ക്വയർ. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഓഫ് എ സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇത്രയാണ് അവിടെ വരുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം കൂടി നോക്കേണ്ടത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ സെന്റർ ഓഫ് മാസും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും ശരിക്കും സെയിം ആയിട്ട് കിട്ടും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് രണ്ട് നമുക്ക് അവിടെ സെയിം ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. അത് സെന്റർ ഓഫ് മാസ് എന്ന് പറയുമ്പോൾ ആ ഒരു ബോഡിയിൽ കംപ്ലീറ്റ് ആയിട്ട് മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അതറിയാലോ, മാസ് എന്നൊരു കൺസെപ്റ്റ് ആ ഒരു ബോഡിയുടെ ഇതാണ്. അതായത് നമ്മളിപ്പോ
മാസ് നോക്കുമ്പോൾ നമ്മുടെ എർത്തിൽ വെച്ച് നോക്കിയാലും മാസ് നോക്കിയാലും മുകളിൽ കൊണ്ടുപോയിട്ട് മാസ് നോക്കിയാലും മാസ് എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്ട്, ആ ഒരു ബോഡിയിൽ എത്രത്തോളം ഒരു സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ള കണ്ടന്റ് ആണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ, അതിന്റെ വെയിറ്റ്. പക്ഷെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രത്തോളം ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്നു എന്നൊരു പാരാമീറ്റർ ആണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് മാസും വെയിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ വെയിറ്റ് നമ്മൾ എർത്തിൽ നോക്കുന്ന വെയിറ്റ് ആയിരിക്കത്തില്ല മൂണിൽ പോയി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരു പ്ലാനറ്റിൽ പോയി നോക്കുന്ന സമയത്ത്, അതിൽ വ്യത്യാസം വരാം. പക്ഷെ മാസ് രണ്ടും എന്താണ്? സെയിം ആണ്. അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ആൻ ഒബ്ജക്ട്. ഓക്കെ, അതാണ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ നോർമലി നമ്മൾ നോക്കുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റിയും സെന്റർ ഓഫ് മാസും ഒന്നായിരിക്കും. പക്ഷെ ഇത് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ഒരു വെയിറ്റിന്റെ കൺസെപ്റ്റിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഓക്കെ, സെന്റർ ഓഫ് ഗ്രാവിറ്റി, അതായത് പോയിന്റ് എല്ലാം സെയിം തന്നെയാണ്. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഒരു ബോഡിയിൽ ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് വരുന്നതെങ്കിൽ ഇവിടെ തന്നെയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റിയും വരുന്നത്. നമുക്ക് എന്ത് പറയാം? സെന്റർ ഓഫ് ഗ്രാവിറ്റി, center of gravity of a system is the point at which whole weight of the system is supposed to be act. അതായത് ആ ഒരു ബോഡിയുടെ കംപ്ലീറ്റ് വെയിറ്റും ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് വെയിറ്റും അവിടെ ആക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിനെ നമ്മൾ എന്ത് പറയുന്നത്? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. മറ്റാണെങ്കിൽ മാസ്, ഹോൾ മാസ് ഓഫ് ദ ബോഡി is assumed to be concentrated. ആ ഒരു പോയിന്റിന് സെന്റർ ഓഫ് മാസ് എന്ന് പറയും. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ സിസ്റ്റം is the point at which whole weight of the system is supposed to be act. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ഒരു ബുക്കിനെയൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഫിംഗറിൽ വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. ശരിക്കും അത് സെന്റർ ഓഫ് മാസ് തന്നെയാണ് പോയിന്റ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? സസ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പോയിന്റ് അറിയാമെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെയും സെന്റർ ഓഫ് ഗ്രാവിറ്റി നിങ്ങൾ കാറ്റസ് പെൻഡുലം ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബാലൻസ് നൈഫ് എഡ്ജൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്? ബാലൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റ് ആണ്. അത് നമ്മൾ സെന്റർ ഓഫ് മാസ് ചില സമയത്ത് പറയും, സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയും. രണ്ടും സെയിം തന്നെ. അപ്പോൾ അത് ശരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസ് എവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം? ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് അതാണ് നമ്മൾ എന്താ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്നവിടെ പറയുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ വൈസ് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? That is the moment of the weight of the whole body about the center of gravity is equal to moment of weight of mass of the different particles about the same point. നമുക്ക് ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ R into mg, R into mg എന്ന് പറയുമ്പോൾ എന്താണ്? R എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ, ആൻഡ് m എന്ന് പറയുന്ന ആ ഒരു ബോഡിയുടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് mg എന്ന് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് ഇൻറ്റു അവിടുത്തെ ആക്ട് ചെയ്യപ്പെടുന്ന വെയിറ്റ് mg. ഓക്കെ, വെയിറ്റ് ആണ് mg, ഡൗൺവേർഡ് വെയിറ്റ് mg എന്ന് പറയാം. ദിസ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ആറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? സിഗ്മ സ്മോൾ ആർ ഐ ഇൻറ്റു എം ഐ ഇൻറ്റു ജി എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ എഴുതാൻ പറ്റും. ആൻഡ് ഇത് വേറെ ചെയ്തിട്ടില്ല, ജസ്റ്റ് ആ ഒരു ഡിസ്റ്റൻസും ആ ഒരു വെയിറ്റും കൂടി മാത്രമേ ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തപ്പോൾ ക്യാപിറ്റൽ ആറിന് പകരം, ക്യാപിറ്റൽ ആറിന് എമ്മിന് പകരം സിഗ്മ ആർ ഐ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് എം ഇൻറ്റു ആർ ഇൻറ്റു ജി വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ ആണ് ക്രോസ് ജി വെക്ടർ. ഓക്കെ, അപ്പോൾ ജിയും ജി രണ്ടിടത്തും ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. ജിയും ജിയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് എം ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ. ഇതുവഴി നമുക്ക് എന്ത് പറയാൻ പറ്റും? സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്ന കൺസെപ്റ്റും എന്ത് പറയാം? ദാറ്റ് ഈസ് സെയിം എന്നോട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദിസ് ഷോസ് ദാറ്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി സെയിം ആസ് ദാറ്റ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം. അത് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വീണ്ടും കൊണ്ടെത്തിക്കണം, അത്രേ ചെയ്തുള്ളൂ. നമ്മളോട് പറഞ്ഞത് ആ ഒരു മൊമെന്റ് ഓഫ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ഇൻറ്റു അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന വെയിറ്റ്, അതായത് അതിന് മൊമെന്റ് എന്ന് പറയുന്നത്. മൊമെന്റ്, ഓക്കെ, മൊമെന്റ് ഓഫ് ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മൊമെന്റ് ഓഫ് ഫോഴ്സ് ആ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് ഇൻറ്റു അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സ്, അതാണ് എം ജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആർ ക്രോസ് എം ജി എന്ന് എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ. നമുക്കറിയാം ഈ ക്യാപിറ്റൽ എമ്മും സ്മോൾ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ എമ്മും എന്ന് പറയുന്നത് സിഗ്മ ആർ ഐ എം ഐ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അവിടുത്തെ ജിയും ജിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എം ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എം ഐ ആർ ഐ നമുക്ക് ഇവിടെ കിട്ടും. അത് തന്നെയാണ് എന്ത് പറയുന്നത്? സെന്റർ ഓഫ് മാസിലും പറയുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണം എന്ത് ചെയ്യാം? We can prove that center of gravity same as that of the center of mass of the system നമുക്ക് പറയാൻ പറ്റും. അത് വേണമെങ്കിൽ പഠിച്ചു വെച്ചോളൂ, കാരണം 1 മാർക്കിന് പ്രൂവ് ദാറ്റ് ഒക്കെ ചോദിക്കാം. അങ്ങനെ ചോദിക്കുന്ന സമയമുണ്ട്. 1 മാർക്കിന് പ്രൂഫ് ചോദിക്കാം, അല്ലെങ്കിൽ
2 മാർക്കിന് ചോദിക്കാം. പ്രൂവ് ദാറ്റ് സെന്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു സെന്റർ ഓഫ് ഗ്രാവിറ്റി. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് അവിടെ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെന്റർ ഓഫ് മാസിനെ കുറിച്ചും അതിനെക്കുറിച്ച് ആ ഒരു ബിഗിനിങ്ങിൽ നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്. ഇനി ഇതിൽ വരുന്നത്, ഇതിൽ പ്രോബ്ലം സെക്ഷൻസ് ഒന്നെണ്ണം ഉണ്ട്, നമുക്ക് നോക്കാം. പ്രോബ്ലം സെക്ഷൻ അത് കുറച്ചുകൂടി കഴിഞ്ഞ് നമുക്ക് നോക്കാം, കാരണം ആംഗുലാർ മൊമെന്റുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പ്രോബ്ലംസ് ഒക്കെ ചില സമയത്ത് ചോദിക്കുന്നത്. അപ്പൊ നമുക്കത് ആ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ആംഗുലാർ മൊമെന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ വെച്ചിട്ട് അതിന്റെ ആംഗുലാർ മൊമെന്റം. അപ്പോൾ ലീനിയർ മൊമെന്റം അറിയാലോ. ലീനിയർ മൊമെന്റം എന്ന് പറയുമ്പോൾ P is equal to mv. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി നമ്മൾ മൊമെന്റം എന്ന് പറയും. അത് ലീനിയർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ആംഗുലാർ മൊമെന്റം വേണം. ആംഗുലാർ മൊമെന്റം ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഇതാണ് വ്യത്യാസം. നോർമലി നമുക്കറിയാം ആംഗുലാർ മൊമെന്റം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. L is equal to r cross p. ഓക്കെ, ലീനിയർ മൊമെന്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മൊമെന്റം ആണ് ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ മൊമെന്റ് ഓഫ് ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റി കേസിൽ പറഞ്ഞ പോലെ, ഓക്കെ, മൊമെന്റ് ഓഫ് വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻറ്റു ആ ഒരു വാല്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊമെന്റ് കിട്ടും. മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കും. അപ്പോൾ ഇവിടെ L is equal to r cross p എന്ന് കിട്ടി. അതായത് അവിടുത്തെ ആംഗുലാർ മൊമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അറിയാം, നോർമലി നമ്മൾ എടുക്കുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് എടുക്കണം. അത് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിക്കിൾസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ മൊമെന്റം എടുക്കാൻ പറ്റും. ഇവിടുത്തെ L എന്ന് പറയുന്നത് ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം ആണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ഈ ഒരു ആക്സിസിൽ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഒരു ബോഡി ഇങ്ങോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു മൊമെന്റം ഉണ്ടാവും. P ആണ്, മൊമെന്റം ഉണ്ട്. അതാണ് ഈ ബോഡി ഇതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ഈ ഒരു ആംഗിളിൽ കടന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഫക്റ്റീവ് ഡിസ്റ്റൻസ് ഒക്കെ അറിയാൻ നമ്മൾ ടോർക്കിനെ കുറിച്ച് പഠിക്കും. അടുത്ത് നമ്മൾ ടോർക്കിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ടോർക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ എഫക്റ്റീവ് ഡിസ്റ്റൻസ് അവിടെ യൂസ് ചെയ്യും. ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, അത് നമ്മൾ ടോർക്ക് എന്ന്. അപ്പോൾ അതിന് റൊട്ടേറ്റിംഗ് എഫക്റ്റ് അവിടെ വരും. ഓക്കെ, അപ്പോൾ L നമ്മൾ പറഞ്ഞു. L എന്ന് വെച്ചാൽ അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ ആംഗുലാർ മൊമെന്റം ആണ്. മൊമെന്റ് ഓഫ് ദ ലീനിയർ മൊമെന്റ് നമ്മൾ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ R എന്ന് പറയുന്ന അവിടുത്തെ പൊസിഷൻ വെക്ടർ, P എന്ന് പറയുന്ന അവിടുത്തെ ലീനിയർ മൊമെന്റം, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. P is equal to സ്മോൾ m ഇൻറ്റു v നമുക്ക് അവിടെ എടുക്കാം. അത് അവിടുത്തെ ലീനിയർ മൊമെന്റം ആണ്. അപ്പോൾ ഈ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ L എന്ന് പറയുന്ന L is equal to r cross p ആണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എന്താണ്? അത് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, പെർപെൻഡിക്കുലർ നമുക്ക് അവിടെ എടുക്കാൻ പറ്റും കേട്ടോ. പെർപെൻഡിക്കുലർ ആണ് നമുക്ക് അവിടെ എടുക്കാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്ത സമയത്ത് ഇതിനകത്ത് Ri എന്നൊരു പാർട്ടിക്കിൾ ഉണ്ട്. Ri എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. Ri R1 ഉണ്ടാവാം, R2 ഉണ്ടാവാം, R3 ഉണ്ടാവാം. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? സോറി, Ri എന്ന പാർട്ടിക്കിൾ അല്ല, Ri എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട് ഫോർ ദ ith പാർട്ടിക്കിൾ. ith പാർട്ടിക്കിളിന്റെ ഡിസ്റ്റൻസ് Ri ആണെങ്കിൽ, അത് ഫസ്റ്റ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് R1 ആണെങ്കിൽ, ഓക്കെ, ഫസ്റ്റ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് R1 ആണെങ്കിൽ സെക്കൻഡ് പാർട്ടിക്കിൾ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി R2 ആയിരിക്കും. തേർഡ് പാർട്ടിക്കിളിന്റെ ആണെങ്കിൽ എന്തായിരിക്കും? അതവിടെ R3 ആയിരിക്കും, എക്സെട്ര. അങ്ങനെ ith പാർട്ടിക്കിളിന്റെ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി Ri ആയിരിക്കും. അപ്പോൾ ഇത്രയും പാർട്ടിക്കിൾസ് അതിനകത്ത് ആ സിസ്റ്റത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ മൊമെന്റ് എടുക്കുന്ന സമയത്ത് ഈ ഓരോ പാർട്ടിക്കിൾസിന്റെയും മൊമെന്റ് നമ്മൾ അവിടെ കൺസിഡറേഷനിൽ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ബോഡിയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബോഡി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ith പാർട്ടിക്കിൾ ഉണ്ട്, I1 ഉണ്ട്, അടുത്ത I2 ഉണ്ട്, I3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഇതിന്റെ മൊമെന്റം കണ്ടുപിടിക്കുന്നു. സോറി, ആരോ ഇങ്ങോട്ട് ആക്കുക. ഇതിന്റെ മൊമെന്റം Li ഒന്നാമത്തെ, അല്ലെങ്കിൽ L1 ഒന്നാമത്തെ മൊമെന്റം. അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റം L2. അടുത്ത് എന്ത് ചെയ്യുന്നു? L3. ഇങ്ങനെ ഓരോ പാർട്ടിക്കിൾസിന്റെയും മൊമെന്റം എന്ത് ചെയ്യണം? അവിടെ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാറ്റാൻ പറ്റും? ആംഗുലാർ മൊമെന്റത്തിന്റെ ദാറ്റ് വിൽ ബി, ഇതിന് ഓരോന്നും എന്തുണ്ട്? Pi എന്ന് പറയുന്ന, അല്ലെങ്കിൽ P1 ഒരു മൊമെന്റം ഉണ്ട്, P2 എന്ന ലീനിയർ മൊമെന്റ് ഉണ്ട്, P3 ലീനിയർ മൊമെന്റ്, അങ്ങനെ എക്സെട്ര Pi എന്ന് പറയുന്ന മൊമെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് ദ ആംഗുലാർ മൊമെന്റം. ഈ ഒരു പാർട്ടിക്കിൾസിന്, ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് Li ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് L1 എന്ന് എടുക്കാം. ജനറൽ കേസ് പറയുവാണ്. ആദ്യത്തെ പാർട്ടിക്കിൾ എത്രയാണ്? Li ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു Ri, അവിടുത്തെ ഡിസ്റ്റൻസ്, ജനറൽ ഡിസ്റ്റൻസ്. ഓക്കെ, Ri ക്രോസ് എന്ന് പറയാം, Pi എന്ന് പറയാൻ പറ്റും. ഓക്കെ, Pi ഇതാണ് അവിടുത്തെ ith പാർട്ടിക്കിളിന്റെ, അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് നമുക്ക് വേണ്ടി എഴുതി നോക്കാം. അപ്പോൾ L1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പാർട്ടിക്കിൾസിന്റെ, വിച്ച് വിൽ ബി ഈക്വൽ ടു R1 ഇൻറ്റു P1 ആയിരിക്കും. സെക്കൻഡ് പാർട്ടിക്കിൾ L2 ആയിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു R2 ക്രോസ്
T2 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോന്നായിട്ട് എടുക്കുക. അപ്പൊ ഇത് 1, 2, 3 അങ്ങനെ നമ്മൾ എടുത്ത് പോകണവരെ എന്ത് ചെയ്തു, Li is equal to Ri cross Pi എന്നാണ് അവിടെ എടുത്തത്. അപ്പൊ ഇത് അവിടുത്തെ ഓരോ പാർട്ടിക്കിൾസിന്റെയും ആംഗുലാർ മൊമെന്റം ആണ് Li എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? നമ്മൾ നേരത്തെ ഫോഴ്സ് ഇതുപോലെയാണ് പഠിച്ചത് കേട്ടോ. ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? ടോട്ടൽ മൊമെന്റം ആംഗുലാർ മൊമെന്റം ആണ്. ആംഗുലാർ. ഓക്കെ. ടോട്ടൽ ആംഗുലാർ മൊമെന്റം വിച്ച് വിൽ ബി ഈക്വൽ ടു L എന്ന് എഴുതാൻ പറ്റും. എന്താണ്? സിഗ്മ ഐ Li എന്ന് കൊടുക്കാം. ഓക്കെ. സിഗ്മ Li വിച്ച് വിൽ ബി ഈക്വൽ ടു സിഗ്മ ഐ Ri ക്രോസ് പി ഐ. ഓക്കെ. Ri ക്രോസ് പി ഐ. എന്ത് ചെയ്യണം? ഓരോ പാർട്ടിക്കിൾസിനെയും മൊമെന്റും എടുത്ത് നമ്മൾ എന്ത് ചെയ്യുവാണ്? അവിടെ സമ്മേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ. ഇതാണ് അവിടുത്തെ പാർട്ടിക്കിൾസിന്റെ മൊമെന്റം എന്ന് പറയുന്നത്. ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദ ഹോൾ സിസ്റ്റം. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് സെന്റർ ഓഫ് മാസ് നോക്കി, ഫോഴ്സിന്റെ ഇക്വേഷൻ നോക്കി, സെന്റർ ഓഫ് ഗ്രാവിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ലാസ്റ്റ് നമ്മളിപ്പോൾ നോക്കി നിർത്തിയിരിക്കുന്നത് ഈ ഒരു ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ. ഇതിൽ കുറച്ച് ടോപ്പിക് ആയിട്ട് നമുക്ക് ടോർക്കിനെ കുറിച്ചൊക്കെ നോക്കാനാണ്. ടോർക്ക് എന്താണ്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അത് ഇതുപോലെ തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്മേഷൻ ആയിട്ട്, ഞാൻ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഒരു കാറിനെ കുറിച്ച് നമ്മൾ നോർമലി ഒരു ചെറിയ ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാർ എന്ന് ഒരു ബോഡി മാത്രമാണ്, കംപ്ലീറ്റ് ആയി മൂവ് ചെയ്യുന്നത് കൺസിഡർ. നമ്മൾ കുറച്ച് വലുതാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിന് തന്നെ പാർട്സ് ഉള്ളതാണ് ആ ഒരു കാർ എന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പൊ നമ്മൾ ഓരോ പാർട്സിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യും. അപ്പൊ അത് മാത്രം നമ്മൾ ഇവിടെയും ചെയ്യും. ഒരു ബോഡി നമ്മൾ സാധാരണ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് L is equal to R cross P എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ കൊളിഷനെ കുറിച്ചും സ്കാറ്ററിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, അതിൽ ഓരോ പാർട്ടിക്കിൾസിനെ കുറിച്ച് നമുക്ക് അവിടെ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന് L1, L2, L3 ഓരോ മൊമെന്റും ആയിട്ടും P1, P2, P3 ഓരോ ലീനിയർ മൊമെന്റും ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ഫോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യണം, എല്ലാം കൂടി സമ്മേഷൻ ചെയ്ത് എടുക്കുന്നു. അപ്പൊ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് നമ്മൾ L is equal to R cross P എന്ന് എഴുതി ഒരിക്കലും മാർക്ക് കിട്ടത്തില്ല. കാരണം അത് നോർമലി നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് വ്യത്യാസം എന്ന് പറയുന്ന ആംഗുലാർ മൊമെന്റം, ഡെറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ആംഗുലാർ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ Li is equal to Ri cross Pi എന്ന് എഴുതിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യാവും, L is equal to സിഗ്മ Li സിഗ്മ Ri cross Pi എന്ന് എഴുതാം. വിച്ച് വിൽ ബി ഈക്വൽ ടു ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, L is equal to R cross P എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇതുപോലെ തന്നെ എഴുതുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇതുമായിട്ട് കമ്പയർ ചെയ്തൊന്നും എഴുതി കളയില്ല, കാരണം അത് നോർമൽ കേസ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു സബ്മേഷനും അതെല്ലാം എന്ത് ചെയ്യണം, അവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഓർക്കുക. ഓക്കെ.